ആ വയലന്റ് ആണ്, എന്റെ അടുത്തേക്ക് വരണ്ട, എന്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ പഠിക്കുക. ഒരു സംഭവം, ഒറ്റ സംഭവം, ഈ ഒരു 3-4 പെണ്ണുങ്ങള് ഒരു ലേഡീസ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങാനാണെന്നാ തോന്നുന്നത്. അതിന്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് ഈ രീതിയിലുള്ള കയപ്പ് കാണിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ കയപ്പ് എങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലന്റ് ആവാണ്. ആദ്യം തന്നെ ഭയങ്കരമായിട്ടാണ്ട് വയലന്റ് ആയിട്ട് എന്താ പറയാ, അടിക്കാനും പിടിക്കാനും പൊളിക്കാനൊക്കെ ഉള്ള ആ ഒരു മൈൻഡിൽ മനസ്കതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാള്. ആ ആള് ഒന്നും കണ്ട് ഇങ്ങനെ ഒരു സൂപ്പർ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതാ പറഞ്ഞത്, ഇവന്റെ ആക്ടിങ് ആണ്. ഇവന് ഒരു യഥാർത്ഥത്തിൽ ഒരാള് വയലന്റ് ആ ഒരു ലെവലില്, അതിന്റെ ആ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ എന്താണ് ശരിക്കും ഒരു വയലൻസ് എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഇതാണ് അവസ്ഥ. ഇവനിങ്ങനെ ഓരോ പാക്കറ്റ്, ഒരു ബിസ്ക്കറ്റിന്റെ കവറൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് എറിയുക, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നല്ലല്ലോ അവിടെ കാണിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി കാണിക്കാനുള്ള ഒരു സ്കോപ്പ് അവനവിടെ ഇല്ല. അപ്പൊ ഇവന്റെ ഈ കിടന്ന് ഉരുളലും ഇതാക്കലും ആദ്യം ഹെൽമെറ്റ് ഇട്ടിങ്ങാണ്ട് വന്നപ്പോ തന്നെ മനസ്സിലാക്കാതെ ക്യാമറയിലൊന്നും പെടാതെ നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തൊക്കെ ഒരു ഉദ്ദേശത്തിൽ വന്നതാണ്. സത്യത്തിൽ ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വെള്ള വിറച്ചിന്നുണ്ടാവും. അതാണ് സത്യം. പിന്നുള്ളൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 2 ആളുകളെ കാണാൻ പറ്റും. ഒരാൾ ഇങ്ങനെ നിൽക്കുക, ആഹാ എന്താ രസം, നല്ല കാഴ്ച, സുഖമുള്ള കാഴ്ച, ആനന്ദിക്കാം, ഉല്ലസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഈ നിൽക്കുന്ന ഏട്ടന്മാരേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അവർക്ക് ചുണയില്ലെന്നോ അവർക്ക് തണ്ടേടില്ലെന്നോ ഒരാണല്ലെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ആ നൃത്തം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തോന്നും. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ വയലൻസ് ഇങ്ങോട്ടാവുമ്പോ അപ്പൊ പിന്നെ ആരാണെന്നുണ്ടെങ്കിലോ ഞാനിപ്പോ അവൻ്റെ അടുത്ത് പോയാൽ ശരിയാവില്ല, അവൻ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ട് ഊക്കും, അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നുകളി. ആ ഒരു മൈൻഡാണ് ഈ ആളുകളുടെ ഉള്ളിലേക്ക് ചിലപ്പം വരുന്നത്. അതല്ലെങ്കിൽ അവനക്ക് വട്ടായിരിക്കും, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് ഇവിടെ കാഴ്ചണ്ട് നിൽക്കാന്നുള്ള ഒരു മൈൻഡായിട്ടില്ല ആ ഒരു ടീംസും ഉണ്ടാവും. പക്ഷെ ഇതില് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വൈറ്റ് ടീഷർട്ട് ഇട്ടുള്ള ആള് ലേഡീസിനെ പ്രൊട്ടക്ടിങ് എന്നുള്ള ലെവലിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട, ഈ നിൽക്കുന്ന 2 ആളുകൾ മാത്രം മതി. ഈ 2 ആളുകൾ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒന്നും വയലൻസ് ഒന്നും ആവണ്ട, നേരെ പോയി കണ്ട് കോളറിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്താണ് എന്റെ പ്രശ്നം, ചോദ്യം എന്താണ് എന്റെ പ്രശ്നം, അവിടെ കഴിഞ്ഞ് ഇവന്റെ ഈ ഒരു ഇളകലും അല്ലെങ്കിൽ ഈ കഴപ്പും ഇതൊക്കെ അവിടെ അങ്ങോട്ട് നിൽക്കും. 2 ആളുകൾ അവിടെ ഇല്ലേ, ഇനി ഒരാളാകുമ്പോ ചിലപ്പം ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. എന്താണെങ്കിലും എന്താണ്ടോ ഒരു സ്ത്രീകളെ അടുത്തേക്ക് കയറിങ്ങാണ്ട് മാതിരി കയ്പല്ല കാട്ടിക്കൂട്ടുന്ന അതിൽ ഇടപെടുക. ഞാൻ 2 കിട്ടിയാലും ശരി, ആളുകള് അല്ലെങ്കിൽ എന്താ പറയാ, സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി, ആ ഭാഗത്തുള്ള മനുഷ്യന്മാരെല്ലാവരും ഈ ആളുകളുടെ കൂടെ നിൽക്കുക. എനിക്കിത് കണ്ട ഈ ഒരു സംഭവം ചെങ്ങായി ചെയ്ത് കൂട്ടലല്ല, 2 ആളുകളോട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന ആ ഒരു സംഭവം കണ്ടപ്പോ സത്യമായിട്ട് എനിക്കിത് എന്ത് തരം വായകളാണ് ഈ കുത്തി വെച്ചതെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസുകാരൊക്കെ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇമാതിരി മറ്റേ ഈ പള്ളിയും കുണ്ടൊക്കെ ചാടി അങ്ങനെയുള്ള പോലീസുകാരെന്നാക്കി പറയണല്ലോ. പോലീസുകാർക്ക് ചില കാര്യങ്ങളിൽ സ്വമേധയാ കേസ് എടുക്കാനും ഭയങ്കര ഉത്സാഹവും ഉന്മേഷവും, ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലൊക്കെ നിന്ന് കണ്ട് ഏതെങ്കിലും പാവപ്പെട്ട ഒരാളെ ഹെൽമെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കും പേപ്പറും ഒന്നും ക്ലിയർ ഇല്ലാതെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇടാതൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ ഈമ്പാനും പിഴിയാനും കരണ്ടാനും വേണ്ടി നിൽക്കുന്ന പോലീസുകാരാണ് ഇതൊക്കെ. ഇത് ആരെങ്കിലും ഒന്നുകൊണ്ട് തള്ളുമ്പോ അതാ പോകണം അങ്ങോട്ടേക്ക്. ഇങ്ങനത്തെ തരം ആളുകളാണടാ. ഇതിലൊന്നും പറയാനൊന്നുമില്ല. വയലൻസ് കാണിച്ചിട്ട് ആ ചെങ്ങായി അത് ഓൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അത് മനസ്സിലാക്കണം. ഞാൻ വയലന്റ് ആണ്, എന്റെ അടുത്തേക്ക് വരണ്ട, എന്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ പഠിക്കുക എന്നൊക്കെ ഉള്ള ഒരു ലെവലിലാണ് മൂപ്പർ ആദ്യം വന്നങ്ങോട്ട് മലർന്ന ഒരു കിടപ്പും. അതിന്റെ ശേഷം ഇവനെന്താ ശരിക്കും ഒരാള് വയലന്റ് ആവുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരാള് ശരിക്കും വയലൻസ് മൂടി അതിന്റെ ഒക്കെ ഒരു ലെവല് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയുള്ള സാധനങ്ങള്, ഒരു ബിസ്ക്കറ്റിന്റെ കവർ എടുത്ത് അപ്പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുക, അല്ലെങ്കിൽ മുട്ടായിന്റെ കവർ എടുത്ത് പൊളിക്കുക, ഇതാണോ ശരിക്കും വയലൻസ്? ഇവൻ ഉദ്ദേശിക്കുന്ന വയലൻസ് അതാണോ? പിന്നെ ഒരാടുത്ത് അങ്ങനെ പോയി എന്താണ് അഭിനയമാണത്, പക്ക ആക്ടിങ് ആയിരുന്നത്. ഈ 2 ആളുകളെ പുറയുമാണ്. പിന്നെ പുറത്തുനിന്ന് ഏതൊക്കെ ഓട്ടച്ചേട്ടന്മാരൊക്കെ വന്നിട്ടാണ് ഈ പോലീസുകാരെല്ലാവരും കൂടിയിട്ടാണ് ആ മെന്റൽ പോലുള്ള ചങ്ങായിനെ കൊണ്ടുപോയി. ഇതൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഇടപെടേണ്ട സമയത്ത്, അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട സമയത്ത്, പ്രതികരിക്കേണ്ട സമയത്ത്, അതിനാണുള്ള മനുഷ്യന്മാര് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പാഠം. അതിൻ്റെ ആയിട്ടുള്ള സമയത്ത് എന്തൊരു കാര്യമാണെങ്കിലും അപ്പം ചെയ്യുമ്പോ പ്രശ്നമില്ലടാ, ഒരു പ്രശ്നമില്ല. നീ ഒന്ന് കിട്ടുമായിരിക്കും, അതിനിപ്പോ എന്താ, തിരിച്ചു വന്ന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും കൊടുക്കാൻ 2 കിട്ടിയാലോ, അതത്രേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പൊ എനിക്ക് ആ ചേട്ടന്മാർ ഇങ്ങനെ നിക്കണ്, എന്താ രസം. മറ്റേ വൈറ്റ് ടീഷർട്ട് ഇട്ട ആള് പിന്നെയും ഞാൻ പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ലേഡീസിനെ എന്നൊക്കെ പറഞ്ഞ കണ്ട ഒരു രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. ലുക്കില്ല കൂടെ